നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/8/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫോർ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന വാട്സാപ്പ് ചാനലും കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന വാട്സാപ്പ് ചാനലുടെയും കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 277/2024 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തസ്തികയ്ക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായി പറ്റുന്നതല്ല. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാൻ സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1993 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ കാൻഡിഡേറ്റ്സ് മിനിമം ഡിഗ്രി ഇൻ സയൻസോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ ഡിഗ്രി ഇൻ സയൻസോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എൻജിനീയറിങ്ങോ പാസ്സായിരിക്കേണ്ടതാണ്. അതിൽ ഡിഗ്രി അല്ലെങ്കിൽ എൻജിനീയറിംഗ് സ്ട്രീമിൽ ഏതൊക്കെയാണ് എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായി വരുന്നത് ഡിഗ്രി സയൻസ് എന്ന് പറയുന്നത് മെയിൻ സബ്ജക്റ്റായി പഠിച്ചിരിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അഗ്രികൾച്ചർ, അതുമല്ലെങ്കിൽ ബോട്ടണി, അതുമല്ലെങ്കിൽ കെമിസ്ട്രി, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഫോറസ്ട്രി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ സുവോളജി. ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേ എൻജിനീയറിംഗ് ഡിഗ്രി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അതിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കെമിക്കൽ, അതുമല്ലെങ്കിൽ സിവിൽ, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അതുമല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ, ഈ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ നിങ്ങൾ BE അല്ലെങ്കിൽ BTech എൻജിനീയറിംഗ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ്. അതിൽ ആദ്യമായി വരുന്നത് മിനിമം നിങ്ങൾക്ക് താഴെ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മിനിമം എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാർക്കുള്ള
സ്പെസിഫിക്കേഷനാണ്. അതിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 163 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റിൻ്റെ റൗണ്ട് മെഷർമെൻറ്റ് നോർമലായി 79 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് മിനിമം 5 സെൻറ്റിമീറ്ററെങ്കിലും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അതേ സ്ത്രീകൾക്കാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് ഹൈറ്റിന് 5 സെൻറ്റിമീറ്റർ റിലാക്സേഷനും അതേപോലെ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷന് 2.5 സെൻറ്റിമീറ്റർ റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. ചെസ്റ്റിൻ്റെ എക്സ്പാൻഷന് 5 സെൻറ്റിമീറ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തസ്തികയ്ക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതും വാക്കിംഗ് ടെസ്റ്റിൻ്റെ സമയത്തായിരിക്കും ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടാവുന്നത്. അതേപോലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ആയിരിക്കും ആദ്യം നടത്തുന്നത്. അതിൽ പാസ്സായവർക്ക് മാത്രമേ വാക്കിംഗ് ടെസ്റ്റിലേക്ക് കടക്കാനായി പറ്റുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, താഴെ പറയുന്ന മെഡിക്കൽ സ്റ്റാൻസ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് ഹിയറിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. കണ്ണിൻ്റെ കാഴ്ച താഴെ പറയുന്ന അളവുകൾ ഗ്ലാസുകൾ ഉപയോഗിക്കാതെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് ഡിസ്റ്റൻസ് വിഷൻ 6/6 ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.5 ഉണ്ടായിരിക്കണം. കളർ വിഷൻ നോർമൽ ആയിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനായി പാടുന്നതല്ല. അതേപോലെ മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ് നോ പാരലൈസ് ആൻഡ് ആൾ ജോയിൻറ്റ് വിത്ത് ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായി വരുന്നത് നെർവ് സിസ്റ്റം പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കണം. ഫ്രീ ഫ്രം ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഡിസീസസുമായി ബന്ധപ്പെട്ട് ഒരു ഡിസീസസും നിങ്ങളുടെ നെർവ് സിസ്റ്റത്തിൽ ഉണ്ടാവാനായി പാടുന്നതുമല്ല. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.